ആഴിയിൻ ആഴങ്ങളിൽ ഓരോ തിരകളും നൽകുന്നത് പ്രതീക്ഷകളാണ്. പ്രതീക്ഷയോടെ ജീവിതം കരുപിടിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ ഇത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശി ലോറൻസ് ജോസഫ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. 6ാം ക്ലാസ്സിൽ ശക്തികുളങ്ങര സ്കൂളിലെ പഠനം ഉപേക്ഷിച്ച് മത്സ്യബന്ധനത്തിനായി പോയി തുടങ്ങിയ ലോറൻസ് ആഴിയിൻ ആഴങ്ങളിലൂടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ആഴിയിൻ ആഴങ്ങളിൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലോറൻസ് ജോസഫ്. ഞാൻ 45 വർഷമായിട്ട് ഫിഷിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷിംഗ് ബോട്ടിൽ ശ്രാങ്കാട്ടും പോയിട്ടുണ്ട്, ഡെക്കാനാട്ടും പോയിട്ടുണ്ട്, വള്ളത്തിലും പോകും. 6ാം ക്ലാസ്സിൽ ശക്തികുളങ്ങര സ്കൂളിൽ നിന്ന് പഠിത്തം 4ാമത്തെ മാസത്തിൽ പഠിത്തം നിർത്തി. പിന്നെ പണിക്ക് പോകാൻ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ കൂടാണ് പണിക്ക് പോയത്. ഫസ്റ്റിലെ സ്റ്റാർട്ടിങ് അവിടെ നിന്ന് 6 മാസം ആ വള്ളത്തിൽ പണിക്ക് പോയി കൊച്ചുപ്രായത്തിൽ. പിന്നെ എൻ്റെ ഫാദർ വള്ളമെടുത്ത് ഫാദറുമായിട്ടാണ് പിന്നെ പണിക്ക് പോയത്. അപ്പനുമായിട്ട് പോയപ്പോഴത്തേന് ഒരുപാട് അറ്റകുറ്റങ്ങളൊക്കെ ഈ കുഴപ്പങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി തന്ന് എല്ലാം അതിൻ്റെ രീതിയിൽ പണിക്ക് പോയി. ഒരു മീൻപിടുത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. വേറെ കാര്യം ഏത് പണിക്ക് വേണമെങ്കിലും പോവും. വള്ളത്തിൽ പോവും, വീശാൻ പോവും, ബോട്ടിൽ പോവും. എല്ലാ പണിയും അറിയാം. ഒരു നല്ലൊരു ഫിഷർമാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രതീക്ഷ നൽകുന്ന കടൽ ആകസ്മികമായി ദുരന്തങ്ങളും നൽകുന്നു. എന്നാൽ ഇതിലൊന്നും അടിപതറാതെ പ്രാർത്ഥനയുടെ വിശ്വാസവും ദൈവം നൽകുന്ന കരുത്തിൽ ഉലയാതെ മുന്നോട്ടു പോകുന്ന ജീവിതമാണ് മത്സ്യത്തൊഴിലാളികളുടേത്. അങ്ങനെ ഒരു ജീവിതം തന്നെയാണ് ലോറൻസിൻ്റെയും. ദൈവം കൂടെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. 4 പേര് കൂടി പോയ വള്ളം കമന്ന് 4.5 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് അവിടുന്ന് 2 പേര് മരിച്ചുപോയി അന്നത്തെ ദിവസം തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേര് കൊല്ലം ലൈറ്റ് ഹൗസിൻ്റെ താഴെയാണ് നീന്തി കയറിയത്. ഒരാളിനെ വേറെ വള്ളക്കാർ വന്നെടുത്തു. ഞാൻ അവൻ്റെ താഴെ നീന്തി കയറി. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട്, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. ദൈവം അന്നും കൂടുണ്ട്, ദൈവം ഇന്നും കൂടുണ്ട്. ഫിഷിങ്ങിൽ ബോട്ട് പോയ സമയത്ത് ഇവിടെ വല്ല റഫായിരുന്നു. റഫിന് ബോട്ട് പടിഞ്ഞാറുന്ന് വന്നപ്പോൾ നല്ല തിരയുണ്ടായിരുന്നു. തിരയെന്ന് പറയാൻ മാരി ഉണ്ടായിരുന്നു. മാരിക്ക് കാറ്റും മാരിയും കൂടെ വന്നു. ഞങ്ങൾ ബോട്ട് കടലിനടുത്ത് ഓടി. ബോട്ട് ചരിഞ്ഞ് വെള്ളം കയറി. ആൾ തെറിച്ചുപോയ ആൾ വേറെ ബോട്ട് വന്നെടുത്ത്. അങ്ങനെ ബോട്ട് നിറച്ച് വെള്ളവുമായിട്ടാണ് ഞങ്ങൾ കരയെടുത്തത്. അന്ന് ജേക്കബ് സാറിൻ്റെ ബോട്ടിലാണ് പോകുന്നത്. 10-20 വർഷമായി, 25 വർഷത്തിൽ കൂടുതലായി. അങ്ങനെ ജേക്കബ് സാറിൻ്റെ ബോട്ട് ആൻ്റപ്പം ബോട്ടിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ കളിയെന്ന് പറഞ്ഞാൽ വലിയ കളിയാണ്. ദൈവം ഇല്ലെങ്കിൽ നമ്മളാരുമില്ല. ദൈവം നമ്മളെ ധർമ്മത്തണ്ണിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി കര കൊണ്ടുവരുമ്പോൾ നമ്മൾ ദൈവത്തിനെ വിളിക്കാതെ ദൈവം തന്നെ നമ്മുടെ ആശ്രയം, വേറെ ആശ്രയമില്ല. ഞാൻ ആദ്യമായിട്ട് ബോട്ടിൽ പോകുന്ന സമയത്ത് ഡെക്കാൻഡായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നേരം വിഴിഞ്ഞത്തുള്ള ഒരു അന്തോണി എന്ന് പറയുന്നൊരു ശ്രാങ്കാണ് ബോട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്.
ബോട്ടിൻ്റെ പേര് മാപ്പ് ബോട്ട്, പുതിയ ബോട്ട്. പിന്നെ ബോട്ട് ശ്രാങ്ക് പറഞ്ഞു റോപ്പൊന്ന് പൊക്കി വിടാൻ. റോപ്പ് പൊക്കി വിടുന്നതും റോപ്പിൻ്റെ കൂടെ ഞാൻ വെള്ളത്തിൽ പോയി. ഞാൻ പേടിച്ചു പോയി കണ്ണ് തുറന്ന് നോക്കിയപ്പം ഒരുപാട് താഴെയായിപ്പോയി. താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ വരുന്നു. വന്നപ്പം ബോട്ടൊന്നുമില്ല, നികന്ന് ബോട്ടിൽ ഇരുന്ന ആൾക്കാർ ചാടി റോപ്പും കൊണ്ടുവന്ന് പിടിച്ച് കയറ്റി എന്നെ ബോട്ടിൽ കയറ്റി. എനിക്ക് പനിയും കിടങ്ങളും ആയിപ്പോയി, പേടിച്ചു പോയി. അങ്ങനെ അതും ദൈവത്തിൻ്റെ ഒരു ആശ്രയമാണ്. 3 ട്രിപ്പ് കടലിൽ പോയി രക്ഷപ്പെട്ടു. എൻ്റെ അവസ്ഥ അതാണ്. കടലെന്ന് പറയാൻ നമ്മൾ കടലിൽ പോകുന്നു, നമ്മളൊന്നും വിതയ്ക്കുന്നില്ല, ദൈവം കൊണ്ടിടുന്നു, നമുക്ക് അരിക്കുള്ള കാശ് തരുന്നു, അതേ ഉള്ളൂ. പിന്നെ ദൈവം ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുതരും. ഒരു സമയത്ത് ചാള കൊണ്ടുതരും, ഒരു സമയത്ത് കൊഞ്ച് കൊണ്ടുവരും, ഒരു സമയത്ത് കണവ കൊണ്ടുവരും. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത് ഇന്നത് കിട്ടണം, ഇന്നത് വരണം, ഇന്നത് പോകണം, ഇന്നലെ കിട്ടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു കളിയാണ്. ബാല്യത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്ന ലോറൻസ് ഇപ്പോഴും കടലിൽ പോകുമ്പോൾ ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. കുട്ടിക്കാലത്ത് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും. ഇപ്പോഴും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും. പിന്നെ ഈ സഹോദരങ്ങൾ മരിച്ചു പോകുന്ന അവരെയൊക്കെ പൂജയ്ക്ക് നമ്മൾ പോയിരിക്കും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ദൈവത്തിൻ്റെ രീതിയിലങ്ങ് നടക്കുന്നു. ഇപ്പം വയസ്സ് 60 പിന്നെ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നോ എന്ത് കാര്യം നടക്കുമെന്നോ ഒന്നും അറിയത്തില്ല. പണ്ട് ആരോഗ്യമുണ്ടായിരുന്ന കൊച്ചു പ്രായത്തിൽ പണിക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ അത് കണക്കുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. പഴയതുപോലുള്ള ആരോഗ്യമില്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ കുറേശ്ശെ ഈ കുറവായിട്ട് പണിയെടുക്കുകയാണ് ഇപ്പോൾ. കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് പണിയെടുത്ത കണക്ക് രാവിലെ പോയി വൈകുന്നേരം വന്നാലും 4 ദിവസം ഫിഷിംഗ് ബോട്ടിൽ വടക്കോട്ടും തെക്കോട്ടും വലിക്കാൻ പോയി 5 നൈറ്റും 5 പകലുമൊക്കെ വലിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ വയസ്സ് 60 ആയതുകൊണ്ട് നമ്മൾ ഒരു മാക്സിമം ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ നോക്കും. ബസ്സിലെ വള്ളത്തിൽ തോണി വള്ളത്തിലാണ് പോയത്. അന്ന് എഞ്ചിനും കാര്യം വീര്യമൊന്നുമില്ല, തുഴന്ന് വേണം പോകേണ്ടുന്നത്. പിന്നെ പാകട്ടി പോയിക്കൊണ്ട് നമ്മൾ വല വെക്കേണ്ട സ്ഥലത്ത് ചെല്ലുമ്പം മടക്കി വെച്ചും കൊണ്ട് വല വെച്ച് തിരിച്ച് കിഴക്കുന്ന കാറ്റ് വരുമ്പോൾ നമ്മൾ പടിഞ്ഞാറുന്ന കിഴക്കോട്ട് വെള്ളം തുഴന്നേ വരാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പം ആ ഒരു വിഷയമില്ല. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ എൻജിൻ വെച്ചുള്ള പരിപാടിയാണ്. അത് നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നമ്മൾ ഇതിന് മുമ്പ് അടുത്ത കടലിലൊക്കെ പോകത്തുള്ളൂ, തുഴവെള്ളമായിരുന്നു ചെറിയ എഞ്ചിനാണ്. ഇപ്പം നമ്മൾ ദൂരെ എവിടെ വേണമെങ്കിലും പോയി മീൻ പിടിക്കേണ്ട സെറ്റപ്പുകളാണ് ഇപ്പം ഉള്ളത്. പണ്ട് സുനാമി വന്നതിന് ശേഷം ഇപ്പോൾ കാലം തിരിഞ്ഞു കിടക്കുകയാണ്. സുനാമി വന്നതിന് ശേഷം ഇപ്പം എപ്പം വർഷം വരും, എപ്പം കാറ്റ് വരും, എപ്പം എന്ത് വരുമെന്ന് അറിയാൻ പറ്റത്തില്ല. വിളിച്ച് വെതർ വാണിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ അത് കണക്കൂട്ടി നമ്മൾ പണിക്ക് പോകാതിരിക്കും. 8 ദിവസം 10 ദിവസം, ഈ വർഷം തന്നെ 8 ദിവസം 10 ദിവസം പിന്നെ വള്ളം പണിക്ക് പോയിരുന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ പണിക്ക് പോകാനായിട്ട് വന്ന് വള്ളത്തിനകത്ത് വള്ളം പിടിച്ചിറക്കി തീർന്ന് വെള്ളം കോരി ഒഴിച്ച് വള്ളത്തിനകത്തോട്ട് വെള്ളം കോരി ഒഴിച്ച് വാവായ്ക്കും പുത്രനും വെച്ച് പിന്നെ ദൈവത്തിനെയും വിളിച്ചുകൊണ്ട് പണിക്ക് പോകത്തുള്ളൂ. മുമ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നല്ലതുപോലെ അധ്വാനിക്കുന്നവർക്ക് പെണ്ണുള്ളൂ.
നല്ലതുപോലെ അധ്വാനിക്കുന്നവർക്ക്, ആദ്യമേ ഇവിടെ നിന്ന് ഈ ശക്തിയുള്ളവരെന്ന് പറഞ്ഞാൽ വീശുന്നവർക്ക് പിന്നെ പെണ്ണുള്ളു. അത് കഴിഞ്ഞ് ഗൾഫുകാർക്കായി. അതിന് മുമ്പ് അല്ല. പിന്നെ അത് കഴിഞ്ഞ് ബോട്ടിൽ പോകുന്ന ശ്രാങ്കന്മാർക്കായി. അത് കഴിഞ്ഞാണ് ഗൾഫുകാർക്ക്. അങ്ങനെ ഓരോ ഘട്ടം വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. കൊച്ചു പ്രായത്തിലൊക്കെ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ നമ്മൾ ഈ ഒരുപാട് കാറ്റും മഴയും കൊണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ സുനാമി വന്നെന്ന് പറഞ്ഞാൽ തെക്കുന്ന് വന്നതാണ്. തെക്കുന്ന് വടക്കോട്ട് വന്നതാണ്. വടക്കോട്ട് വന്ന് ഈ ശക്തികുളങ്ങര ഹാർബറിലെ ഈ മുട്ടിൻ്റെ അടിച്ച് അവിടുന്ന് കിഴക്കോട്ട് വന്ന് ഈ പിന്നെ അവിടെ നിന്ന് പാറയുടെ മതിൽ മൊത്തം പൊളിഞ്ഞ് കിഴക്കോട്ട് വന്ന് ആളുകൾ ഒരുപാട് മരിച്ചു. പിന്നെ അത് കഴിഞ്ഞാണ് കായംകുളത്ത് പോയത്. അതുവരെ ഇവിടെ ഒരു പാമ്പിൻ്റെ തെക്കുന്ന് വന്നത് ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ പത്തി നിൽക്കുന്നതാണ് നിൽക്കുന്നത്. ഈ കടൽ നേരെ വടക്കോട്ടാണ് വന്നത്. നേരെ കിഴക്കോട്ടാണ് വന്നെങ്കിൽ ഈ കൊല്ലവും ഇല്ല, ഈ ശക്തികുളങ്ങരയും ഇല്ല, നീണ്ടകരയും ഇല്ല. ഈ മുട്ടാണ് ഇതിന് സാക്ഷി. ഈ മുട്ടില്ലെങ്കിൽ, ഈ തെക്കേക്കരയിലെ മുട്ടില്ലെങ്കിൽ നീണ്ടകര ഒന്നുമില്ല, ശക്തികുളങ്ങരയും ഇല്ല, ഒന്നുമില്ല. ഇത് നേരെ വടക്കോട്ടാണ് വന്നത്. വടക്കോട്ട് വന്നതുകൊണ്ട് ഇതെല്ലാം നാടെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ട്. അത് വലിയൊരു ദുരന്തം രക്ഷപ്പെടുത്തിയത് അത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഒരു കളിയാണ്. പാതികാവലെന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഇരിക്കുന്നതുകൊണ്ട്, എൻ്റെ പിതാവ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു. ഇവിടെ ശക്തികുളങ്ങര ദേവാലയത്തിലിരിക്കുന്നത് പാതികാവലാണ്. പാതികാവലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരെയും പാതികാവലാണ്. ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊണ്ട് ഇരിക്കുന്ന പാതികാവലാണ്. അത് ഞങ്ങൾക്ക് 100% ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞങ്ങളുടെ ഒരു വിശ്വാസം തന്നെയാണ്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കളിയാണ്. ആ സുനാമി കരയോട്ട് കയറാറുന്ന കാര്യം തന്നെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കളിയാണ്. പാതികാവലാണ് അവിടെ കരയോട്ട് കൊണ്ടുവരാറുന്നത്. ഓക്കി വന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെങ്ങും ഓക്കിയല്ല, ഭയങ്കര ദുരന്തമാണ് അത് വന്നത്. അത് നമ്മുടെ രാജ്യത്ത് വന്നില്ലെങ്കിലും വേറെ രാജ്യം മൊത്തം അടിച്ച് തകർത്ത് അങ്ങ് പോയത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളാണ്. ഇതും ഈ ഓക്കിയും ഈ പിന്നെ സുനാമിയും വന്നതിന് ശേഷമാണ് ഈ പിന്നെ വർഷം വരേണ്ട സമയത്തല്ല വരുന്നത്, അത് കഴിഞ്ഞ് വരുന്നത്. അതിനും ആദ്യമേ മുമ്പ് വരുന്നു. നമ്മൾ തീരുമാനിക്കുന്ന സമയത്തല്ല ഇതൊന്നും വരുന്നത്. പണ്ട് മൂപ്പലാന്മാർ പറയും ഇന്ന സമയത്ത് ഇന്ന വർഷം വരും, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ നടത്തും. ദൈവം അതൊരു വരദാനം പോലെ കൊണ്ടുവന്ന ഈ സുനാമി വന്നതിന് ശേഷം ഇപ്പം അങ്ങനൊരു കാര്യമില്ല. കടലിൽ പോകുമ്പോഴത്തേനും നമ്മളൊരു മനസ്സിൻ്റെ ധൈര്യമാണ്. നമ്മളിപ്പം ബോട്ടിൽ പോയാലും വള്ളത്തിൽ പോയാലും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ബലം വെച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ ദൈവത്തിലാണ് നമ്മൾ അർപ്പിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ. ദൈവത്തിനെ വിളിച്ചുകൊണ്ട് പോകും, ദൈവം നമ്മളെ കരക്കൊണ്ട് വരും. ഇതാണ് ഈ കടലിൽ പോകുന്നത്. കടലിൽ പോയിച്ച് തിരിച്ചു വരുമെന്നും പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. അത് നമ്മളവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ദൈവം തിരിച്ചിവിടെ കരക്കൊണ്ടിരുമ്പോൾ നമ്മൾ എത്തിയെന്ന് പറയാം. അതല്ലാതെ നമ്മൾ കടലിൽ പോയി തിരിച്ചു വരുമെന്നും പറഞ്ഞ് നമ്മൾ പോകത്തില്ല, ആരും പോയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ ഈ വലിയ ബോട്ടുകളും വലിയ വള്ളവും വലിയ എഞ്ചിനുമൊക്കെ ആയപ്പോഴത്തേന് നമ്മളിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഞ്ചിൻ കംപ്ലൈൻ്റ് ആയാൽ അങ്ങോട്ട് വിളിച്ച് പറയും, ഫോണുണ്ട്, കാര്യങ്ങളുണ്ട്. ബോട്ടിലാണെങ്കിൽ വയർലെസ് ഉണ്ട്, വള്ളത്തിലാണെങ്കിൽ ഫോണുണ്ട്. വിളിച്ച് പറയുമ്പോഴത്തേന് അവർ വന്ന് സഹായിക്കും, കര വരും. അതാണ് ഈ കടലിൽ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. എന്നാലും നമ്മുടെ ദൈവമാണ് കാത്ത് കര കൊണ്ടുവരുന്നത്.
അന്ന് വള്ളത്തിൽ പോയി മരിച്ചവർ, പിന്നെ എൻ്റെ കൂടെ വന്ന് രണ്ടുപേരും മരിച്ചവരെന്ന് പറയാൻ, ഒന്ന് ജോയി, ഒന്ന് ഫ്രാൻസി. ഈ രണ്ടുപേരും മരിച്ചു. രണ്ടുപേരെയും ഒരാൾക്കുടെ ബോഡി കിട്ടിയില്ല, ഒരാൾക്കുടെ ബോഡി കിട്ടി. അങ്ങനെ അന്ന് പിന്നെ വലിയ 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 റഫായിരുന്നു. 8 മീറ്റർ വെള്ളത്തിലാണ് വള്ളം മറിഞ്ഞത്. പിന്നെ കര ദൈവം നമ്മളെ കാത്ത് അവിടെ കൊണ്ടുവന്ന് ഈ കര കയറ്റിയത്. അല്ലാതെ നമ്മുടെ വലിമയെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം ദൈവമാണ് നമ്മളെവിടെ അന്ന് കര കൊണ്ടു തന്നത്. എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ഇന്ന് ജീവിച്ചിരിക്കാൻ പറ്റുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ ഇതാണ്. എനിക്ക് 2 പെൺമക്കളാണ്. എനിക്ക് പിന്നെ 2 പേരും, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും, അവർ ദൈവത്തിനെ വിളിക്കുന്ന വിളിയും ഞാൻ ദൈവത്തിനെ വിളിക്കുന്ന വിളിയും. പിന്നെ എൻ്റെ അപ്പൻ മരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മക്കൾ ദൈവത്തിനെ വിളിക്കുന്ന വിളിയാണ് ഞാൻ ഈ മുമ്പോട്ട് പോകുന്നത്. മക്കളും ഭാര്യയും നല്ല രീതിയിൽ ദൈവത്തിനെ വിളിക്കും, ഞാനും ദൈവത്തിനെ വിളിക്കും. അത് കഴിഞ്ഞ് 2 പേരെയും കെട്ടിച്ച് 2 പേരും ഇപ്പോൾ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. മൂത്ത മരുമോൻ മരിച്ചുപോയി. പിന്നെ അയാളിപ്പം വീട്ടിലാണ്. ബോട്ടിനെ കുറിച്ചാണെങ്കിൽ പഴയ കാലത്ത് മുമ്പ് ആദ്യമേ ബോട്ടിൽ പോയ സമയത്ത് GPS ഇല്ല, വയർലെസ് ഇല്ല, പിന്നെ കോമ്പസ് ഇല്ല, ഒന്നുമില്ലാതുള്ള പണിക്ക് പോക്കാണ്. ഒന്നുമില്ലാതുള്ള പണിക്ക് പോക്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ മീൻപിടുത്തമാണ്. ഇപ്പോൾ എക്കോ സൗണ്ടർ, GPS, വയർലെസ്, പിന്നെ വേറെ പിന്നെ 2-3 സൈസ് വയർലെസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കരയിരുന്നുകൊണ്ട് വിളിച്ചാലും 150 നോട്ടിക്കലിന് അപ്പുറം നിൽക്കുന്ന ബോട്ടിനെ വിളിച്ചാലും കിട്ടുന്ന സൈസ് സംവിധാനങ്ങളാണ് ഇപ്പോഴത്തെ. അന്ന് പിന്നെ 35-ൻ്റെയും 40-ൻ്റെയും വല വെച്ചാണ് വലിക്കുന്നത്. ഇന്ന് 35,000, 15,000, 12,000 കണ്ണിന് തെളിവുള്ള വല വെച്ചാണ് വലിക്കുന്നത്. അതേ ഫിഷിംഗ് ഫീൽഡ് തന്നെ മാറിപ്പോയി. ഫിഷിംഗ് ഫീൽഡ് മാറിപ്പോയെന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തുള്ള മീൻപിടുത്തമല്ല ഇപ്പോൾ നടക്കുന്നത്. അന്ന് 370 ബോട്ടായിരുന്നു, മാറണ ബോട്ടായിരുന്നു. ഇന്ന് ഹൈടെക് ബോട്ടാണ്. പിന്നെ ചൈന 455, 535 ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പവർ കൂടിയ സാധനമാണ്. പിന്നെ ഇപ്പോഴത്തെ മീൻപിടുത്തവും അന്നത്തെ മീൻപിടുത്തവുമായിട്ട് വ്യാപക വ്യത്യാസമാണ്. ഇപ്പോൾ പിന്നെ 500 രൂപ മാറിയാൽ 50 രൂപ മാറുന്ന അതുപോലുമില്ല. അന്നത്തെ കാലത്ത്, പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ 500 രൂപ മാറിയാൽ നമുക്ക് 400 രൂപയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാം. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ 500 രൂപ, 1000 രൂപ വീട്ടിൽ നിന്നെടുത്തുകൊണ്ട് വന്നാൽ 10 പൈസ ഇല്ലാതെ തിരിച്ച് വീട്ടിൽ പോകാം. ഒരു കറിക്ക് മീനും ഒരു പാലും ഇച്ചിരി അരിയും മുളക് പൊടിയും മേടിച്ചതിൻ്റെ ചെല്ലുമ്പം 1000 രൂപ തീർന്നു. അന്നത്തെ കാലത്ത് പിന്നെ 50 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിയാം. ദൈവം സഹായിച്ച് പിന്നെ ജോലിക്ക് പോയാൽ എൻ്റെ വീട്ടിൽ കുഴപ്പമില്ലാതെ പോകും. ജോലിക്ക് പോയില്ലെങ്കിൽ കുഴപ്പമാണ്. പിന്നെ ജോലിക്ക് പോകണം. ജോലിക്ക് പോയാൽ ഈ വയസ്സുകാലത്ത് ജോലിക്ക് പോയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ അടുത്തും കാര്യങ്ങൾ പറയും. നമ്മൾ പോവും. നമുക്ക് അല്ലലില്ലാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
അത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ നാമധേയത്തിൽ. എനിക്ക് ദൈവത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നിടത്ത് എനിക്ക് ദൈവം എനിക്ക് അരിയുടെ കാശ് തരുന്നുണ്ട്. പിന്നെ എൻ്റെ വീട് പട്ടിണിയില്ലാതെ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു രീതിയാണത്, അല്ലാതെ എൻ്റെ വലിമയെന്ന് ഞാൻ പറയത്തില്ല. ദൈവത്തിൻ്റെ നാമധേയത്തിൽ നമുക്ക് ഇത്രയും നാൾ ആയുസ് തന്നു തന്നെ വലിയ കാര്യം. അത് കഴിഞ്ഞ് ഇനി തരുന്ന ആയുസ്സും ദൈവം തരുന്നതാണ്. അല്ലാതെ ഇനിയും ജോലിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, നല്ല മനസ്സുമുണ്ട്. ദൈവം നമ്മളെ സഹായിക്കണം, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതുവരെ ദൈവം തന്നതിനെല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.